PSC പരീക്ഷകളിൽ സാധാരണ ചോദിക്കാറുള്ളതും ഏവർക്കും തെറ്റിപ്പോകുന്നതുമായിട്ടുള്ളൊരു ഭാഗമാണ് പ്രൈമറി, സെക്കൻഡറി കളറുകൾ അഥവാ പ്രാഥമിക, ദ്വിതീയ വർണ്ണങ്ങൾ. നമുക്കതിനെപ്പറ്റി കോഡുകളിലൂടെ ഒന്ന് പഠിച്ചു നോക്കാം. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോഡ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ചുവപ്പ്, പച്ച, നീല ഇവയാണ് പ്രാഥമിക നിറങ്ങൾ, പ്രൈമറി കളറുകൾ എന്ന് പറയുന്നത്. ചുവപ്പ്, പച്ച, നീല, റെഡ്, ഗ്രീൻ, ബ്ലൂ ഇവയാണ് പ്രാഥമിക നിറങ്ങൾ. ഈ 3 പ്രാഥമിക നിറങ്ങളും ചേർത്താൽ നമുക്ക് കിട്ടുന്ന നിറമാണ് വെള്ള നിറം അഥവാ ധവള നിറം. ധവള നിറം എന്ന് പറയും. അതായത് 3 പ്രാഥമിക നിറങ്ങളാണ് ചുവപ്പ്, പച്ച, നീല. ഈ ചുവപ്പും പച്ചയും നീലയും ചേർത്താൽ നമുക്ക് ലഭിക്കുന്ന നിറമാണ് വെള്ള. അതുപോലെ സെക്കൻഡറി കളറുകൾ എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും 2 പ്രാഥമിക നിറങ്ങൾ, ഉദാഹരണത്തിന് ചുവപ്പോ പച്ചയോ, അല്ലെങ്കിൽ പച്ചയോ നീലയോ, അല്ലെങ്കിൽ ചുവപ്പോ നീലയോ, ഈ 3 പ്രാഥമിക നിറങ്ങളിൽ 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്ന് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറങ്ങളാണ് സെക്കൻഡറി കളറുകൾ എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി കളറുകളാണ് മജന്ത, സിയാൻ, യെല്ലോ അഥവാ മഞ്ഞ. ഈ 3 കളറുകളാണ് സെക്കൻഡറി കളറുകൾ. അതായത് ഒന്നുകൂടി പറയാം, ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങളാണ് പ്രാഥമിക നിറങ്ങൾ. ഈ പ്രാഥമിക നിറങ്ങൾ 3ഉം ചേർന്നാൽ കിട്ടുന്ന നിറമാണ് വെള്ള നിറം അഥവാ ധവള നിറം. അപ്പോൾ ഈ പ്രാഥമിക നിറങ്ങളിൽ ഏതെങ്കിലും 2 പ്രാഥമിക നിറങ്ങൾ ചേർന്നാൽ നമുക്ക് കിട്ടുന്ന നിറമാണ് സെക്കൻഡറി കളർ എന്ന് പറയുന്നത്. സെക്കൻഡറി കളറുകളാണ് മജന്ത, സിയാൻ, യെല്ലോ. മജന്ത, സിയാൻ, മഞ്ഞ എന്നിവയാണ് 3 സെക്കൻഡറി കളറുകൾ. ഇതിൽ ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കിത് കോഡ് ഉപയോഗിച്ച് പറയാം, വലിയ കുഴപ്പമില്ല. ഒരു പ്രാഥമിക നിറവും ഒരു ദ്വിതീയ വർണ്ണവും ചേർന്നാൽ വെള്ള ലഭിക്കുമെങ്കിൽ അതിനെ അവ രണ്ടിനെയും വിളിക്കുന്നതാണ് പൂരക വർണ്ണങ്ങൾ. അതായത് ഒരു പ്രാഥമിക വർണ്ണവും മറ്റൊരു ദ്വിതീയ വർണ്ണവും, ഈ പ്രാഥമിക വർണ്ണവും ദ്വിതീയ വർണ്ണവും ചേർന്നാൽ വെള്ള ലഭിക്കുമെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് പൂരക വർണ്ണങ്ങൾ. പൂരക വർണ്ണങ്ങളാണ് ഈ എഴുതിയിരിക്കുന്ന കോഡ്. MGCRBY. MGയും CRും ബൈ പറഞ്ഞു എന്നോർക്കുക. MGയും CRും ബൈ പറഞ്ഞു എന്നോർക്കുക. M എന്ന് പറഞ്ഞാൽ മജന്ത, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച. C എന്ന് പറഞ്ഞാൽ സിയാൻ. R എന്ന് പറഞ്ഞാൽ റെഡ് ചുവപ്പ്. B എന്ന് പറഞ്ഞാൽ ബ്ലൂ നീല. Y എന്ന് പറഞ്ഞാൽ യെല്ലോ. ഓക്കെ, അപ്പോൾ MGയും CRും ബൈ പറഞ്ഞു എന്നതാണ് പൂരക വർണ്ണങ്ങളുടെ കോഡ്. അതായത് മജന്ത എന്നത് ഗ്രീനിൻ്റെ പൂരക വർണ്ണമാണ്. സിയാൻ എന്നത് റെഡിൻ്റെ പൂരക വർണ്ണമാണ്. ബ്ലൂവിൻ്റെ പൂരക വർണ്ണമാണ് യെല്ലോ. ഓക്കെ, MGയും CRും ബൈ പറഞ്ഞു. മജന്ത, ഗ്രീൻ, സിയാൻ, റെഡ്, ബ്ലൂ, യെല്ലോ. ഓക്കെ, ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ചുവപ്പും പച്ചയും നീലയും ചേർന്നാൽ വെള്ളയാണ് ലഭിക്കുക. അതുപോലെ ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും ചേർന്നാൽ വെള്ള ലഭിക്കുമെങ്കിൽ അതിനെ പൂരക വർണ്ണങ്ങളെന്നും പറയും. മജന്ത, ഗ്രീൻ, സിയാൻ, റെഡ്, ബ്ലൂ, യെല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. റെഡും ഗ്രീനും ചേർന്നാൽ ലഭിക്കുന്ന നിറം, ബ്ലൂവും റെഡും ചേർന്നാൽ ലഭിക്കുന്ന നിറം, ബ്ലൂവും ഗ്രീനും ചേർന്നാൽ ലഭിക്കുന്ന നിറം. ഇത് ഓർക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. മജന്തയും ഗ്രീനും, MG എന്നാണല്ലോ പറഞ്ഞത്. മജന്തക്ക് ഗ്രീനാണ്, അല്ലെങ്കിൽ ഗ്രീനിന് മജന്തയാണ്. പച്ചയും മജന്തയും ചേർന്നാൽ വെള്ള ലഭിക്കും. നമുക്ക് നോക്കാം. പച്ചയുടെ കൂടെ ചുവപ്പും നീലയും ചേർക്കുമ്പോഴാണ് വെള്ള ലഭിക്കുക. ഓക്കെ, പച്ചക്ക് മജന്ത ചേർത്താൽ വെള്ള ലഭിക്കും. ഓക്കെ, അതേപോലെ പച്ചയ്ക്ക് ചുവപ്പും നീലയും ചേർക്കുമ്പോഴാണ് വെള്ള ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പച്ചയുടെ കോംപ്ലിമെൻ്ററി കളർ അഥവാ പൂരകവർണ്ണമായിട്ടുള്ള മജന്ത ലഭിക്കണമെങ്കിൽ ചുവപ്പും നീലയുമാണ് കൂടിച്ചേരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചുവപ്പും നീലയും, ഏതൊക്കെ? ചുവപ്പും നീലയും കൂടിച്ചേർന്നാൽ അത് മജന്തയാകും. ഓക്കെ, നോക്കുക. CR റെഡിൻ്റെ
പൂരകവർണ്ണമാണ് സിയാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിയാൻ ലഭിക്കാൻ ഏതൊക്കെയാണ് കൂട്ടിച്ചേരേണ്ടത് എന്ന് പറയാൻ പറ്റുമോ? നോക്കാം. റെഡിൻ്റെ പൂരകവർണ്ണമാണ് സി. അതായത് റെഡിനോട് സിയാൻ ചേർക്കുമ്പോൾ നമുക്ക് വെള്ള ലഭിക്കും. അതായത് റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പിനോട് ഏതൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് വെള്ള ലഭിക്കുന്നത്? പച്ചയും നീലയുമാണ്. റെഡിൻ്റെ പൂരകവർണ്ണം ഏതായിരുന്നു? സി ആണ്, സിയാനാണ്. എങ്കിൽ റെഡിൻ്റെ കൂടെ സിയാൻ ചേർക്കുക എന്ന് പറഞ്ഞാൽ ചുവപ്പിൻ്റെ കൂടെ പച്ചയും നീലയും ചേർക്കുന്നതിന് തുല്യമാണ്. എങ്കിൽ പച്ചയും നീലയും ചേർത്താലാണ് നമുക്ക് എന്ത് ലഭിക്കുക? സിയാൻ ലഭിക്കുന്നത്. എങ്കിൽ റെഡും ഗ്രീനും ചേർത്താൽ എന്ത് കിട്ടും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബ്ലൂവിൻ്റെത് യെല്ലോയാണ്. അങ്ങനെയാണെങ്കിൽ ബ്ലൂവിനോട് നീലയോട് യെല്ലോ ലഭിച്ചാൽ വെള്ള ലഭിക്കും എന്ന് പറഞ്ഞാൽ ബ്ലൂവിനോട് ചുവപ്പും പച്ചയും ചേർക്കുമ്പോഴാണ് വെള്ള ലഭിക്കുക. അതിനർത്ഥം നീലയ്ക്ക് യെല്ലോ ലഭിക്കുവാൻ നീലയുടെ കൂടെ ചുവപ്പും പച്ചയും ചേർക്കുക. അതായത് ചുവപ്പും പച്ചയും ചേർത്താലാണ് എന്ത്? യെല്ലോ അഥവാ മഞ്ഞ ലഭിക്കുക. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.